സഫാരി പാർക്കിന് ശേഷം ഞങ്ങൾ വിൻ വണ്ടറിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അത് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. എല്ലാവരും കരിക്ക് കഴിച്ചു. നമ്മൾ കരിക്ക് പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. അത് മധുരം ചേർത്ത പോലെയാണ്, പഞ്ചസാരയിട്ട വെള്ളം പോലെയാണ് അവിടുത്തെ കരിക്കിൻ്റെ ടേസ്റ്റ്. ഒരു പ്രത്യേക ടേസ്റ്റ്. അവിടെ പോയവർക്കെല്ലാം, വിയറ്റ്നാമിൽ തായ്ലൻഡിൽ പോയവർക്കെല്ലാം മനസ്സിലാവും. ഈ വിൻ വണ്ടർ എന്ന് പറഞ്ഞൊരു അത്ഭുത ലോകമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകം എന്നൊക്കെ പറയും. അതുപോലത്തെ ലോകത്തിലേക്കാണ് നമ്മൾ ചെന്നത്. ചുറ്റും ബിൽഡിങ്ങുകളൊക്കെ നോക്കിയാൽ മറ്റേ ഏതാണ്ടൊരു അത്ഭുത ലോകത്ത് നിന്നിടില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. ഭയങ്കര ഭംഗിയാണ് കാണാണ്ട്. അത്ര രസകരമായിട്ടാണ് ഈ വിയറ്റ്നാം ഗവൺമെൻറ്റൊക്കെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു മഹാപ്രപഞ്ചം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ വലിയ വഴിയുണ്ടാകാൻ സാധ്യതയില്ല. ആകെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ളത് വീഗാലാൻഡ്, അത് മാത്രമേ ഉള്ളൂ. വീഗാലാൻഡും മറ്റേതൊക്കെ ഏറ്റവും നോക്കുമ്പോൾ ഒരു ചെറിയൊരു സാധനമാണ്. എല്ലാം നല്ല കൃത്യതയോടെ ഭയങ്കര ഇത് ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെന്ന പോലത്തെ ഒരു അവസ്ഥയാണ് വിയറ്റ്നാമിൽ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെയാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും. എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ടിക്കറ്റിങ് എല്ലാം കാണുമ്പോൾ തന്നെ എന്തൊരു വൃത്തിയാണ്, എല്ലാം ഭംഗിയാണ് കാണാൻ. ഓരോ സ്ഥലവും നമുക്ക് ഒരു പ്രത്യേക അത്ഭുത ലോകം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് കാണാനായിട്ട്. ഞങ്ങളിതുവരെ ഇങ്ങനത്തെ ഒരു വിദേശ രാഷ്ട്രം ഫാമിലിയായിട്ട് ഇതുവരെ ഞങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ വിയറ്റ്നാം പോലുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും വിയറ്റ്നാം നമുക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത്ര ഭംഗിയാണ്, അത്ര രസകരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിരിഞ്ഞ് ആ വിൻ വണ്ടറിലെ കുറേ ഏരിയകളൊക്കെ ചുറ്റിക്കണ്ട്. ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്കിപ്പോൾ വിശപ്പായി. ഈ ഫാൻറ്റസി പാർക്കിൽ നിന്ന് സഫാരി പാർക്കിൽ നമ്മൾ നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പായി. എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തീരുമാനത്തിലെത്തി. നേരെ ഞങ്ങൾക്ക് പാക്കേജിൽ ഫുഡെല്ലാം ഉണ്ട്. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. എല്ലാം വെറൈറ്റി ഫുഡ്. അതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി.
ഫുഡൊക്കെ കഴിച്ച ശേഷം അവിടെ ഒരു വിൻ വണ്ടർ തന്നെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. ഞങ്ങൾ 1-2 മണിക്കൂറോളം വാട്ടർ തീം പാർക്ക് ചിലവഴിച്ചു. വലിയ വാട്ടർ തീം പാർക്കല്ല, നമ്മുടെ ഒരു ഡ്രീം ലാൻഡൊക്കെ പോലെയുള്ള അത്രയുള്ള വാട്ടർ തീം പാർക്ക്. എന്നാലും കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ എന്തോ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അതിനുവേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിനും ഡാൻസ് പെർഫോമൻസ് കാണാൻ സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഡാൻസേഴ്സ് ചില സ്റ്റെപ്പുകളൊക്കെ ഇട്ട് മുന്നിൽ അതിമനോഹരമായ ചില സ്റ്റെപ്പുകളൊക്കെ ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു.